ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ കുർബാന സ്വീകരണത്തിന് ഒരുങ്ങുമ്പോൾ ചെറിയ വേദോപദേശം എന്ന നമസ്കാര പുസ്തകം പഠിക്കാറുണ്ട്. അതിൽ ആദ്യത്തെ ചോദ്യം ഇപ്രകാരമാണ്: ആരാണ് നമ്മെ സൃഷ്ടിച്ചത്? ദൈവമാണ് ഇല്ലായ്മയിൽ നിന്ന് എന്നെ സൃഷ്ടിച്ചത്. അടുത്ത ചോദ്യം ഇപ്രകാരമാണ്: എന്തിനാണ് ദൈവം നിന്നെ സൃഷ്ടിച്ചത്? ദൈവത്തെ അറിയാനും സ്നേഹിക്കാനും അവിടുത്തിൽ എത്തിച്ചേരുവാനും സ്വർഗം സ്വന്തമാക്കുവാനുമാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. പ്രിയമുള്ളവരെ, നാം ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും നമ്മൾ ഈ ചെറുപ്പത്തിൽ പഠിച്ച ബാല്യപാഠങ്ങൾ മറന്നു പോകാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇന്നത്തെ സുവിശേഷം നമ്മെ ദൈവരാജ്യത്തെ പറ്റി ഓർമ്മിപ്പിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലാണ് ദൈവരാജ്യത്തെക്കുറിച്ച് 7 ഉപമകളിലൂടെ ഈശോ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നത്. അതിലേറ്റവും അവസാനത്തെ 3 ഉപമകളാണ് നിധിയെക്കുറിച്ചും രത്നത്തെക്കുറിച്ചും വലയെയും കുറിച്ചുള്ള ഉപമകൾ. ഈ ഉപമയിൽ നിധിയും രത്നവും കണ്ടെത്തുന്നവർ തങ്ങൾക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് അത് സ്വന്തമാക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇപ്രകാരം എല്ലാം ഉപേക്ഷിക്കാനായിട്ട് അവർക്ക് സാധിച്ചത്? അവർ അതിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്ന ഒന്നാമത്തെ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ നാം ദൈവരാജ്യത്തിന് 1-ാം സ്ഥാനം നൽകണമെന്നുള്ളതാണ്. കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ മോശ ഇസ്രായേൽ ജനത്തെ ഒരുക്കുമ്പോൾ അവരെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്: ഇസ്രായേലെ, കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഒരേയൊരു കർത്താവ്. ഈ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ നാം സ്നേഹിക്കണം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കായിലെ സഭയോടും ആഹ്വാനം ചെയ്യുകയാണ്: ഞാൻ കത്ത് മുഖേനയും വചനം മുഖേനയും നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുകയും അവയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുവിൻ. ഇന്ന് ജൂലൈ 28 വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ. അന്നക്കുട്ടിക്ക് വിവാഹ സമയമായി. വീട്ടിൽ വിവാഹാലോചന നടക്കുന്നു. അവൾ തൻ്റെ സൗന്ദര്യം ഇല്ലാതാക്കുവാനായിട്ട് തൻ്റെ 2 കാലുകളും ഉമിത്തീയിൽ എറിയുകയാണ്. തൻ്റെ സ്വർഗീയ മണവാളനെ ഭൂമിയിലുള്ള മറ്റെന്തിനേക്കാളും അധികമായിട്ട് അവൾ സ്നേഹിച്ചു. വിശുദ്ധ അൽഫോൻസാമ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവരാജ്യത്തിന് മറ്റെന്തിനേക്കാളും അധികമായിട്ട് മുൻഗണന കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്ന രണ്ടാമത്തെ ചിന്ത: ഈ ദൈവരാജ്യത്തിന് നാം 1-ാം സ്ഥാനം കൊടുക്കുമ്പോൾ ജീവിതത്തിൽ ചിലതൊക്കെ ഉപേക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ നിധിയും രത്നവും കണ്ടെത്തുന്നവർ മറ്റെല്ലാം ഉപേക്ഷിച്ച് അത് തേടുന്നത് പോലെ ഈശോ തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കാനായിട്ട് ഗലീലി കടൽത്തീരത്തുകൂടി പോവുകയാണ്. ഈശോ പറഞ്ഞു: നിങ്ങൾ എന്നെ അനുഗമിക്കുക. ഈശോയുടെ വാക്ക് കേട്ട് അവർ വള്ളവും വഞ്ചിയും പിതാവിനെയും ഒക്കെ ഉപേക്ഷിച്ച് ഈശോയുടെ പിന്നാലെ പോവുകയാണ്. വിശുദ്ധ മത്തായി ഈശോയെ കണ്ടെത്തുമ്പോൾ തൻ്റെ ചുങ്കസ്ഥലം ഉപേക്ഷിക്കാൻ തയ്യാറാവുകയാണ്. സക്കേവൂസ് ഈശോയെ കണ്ടെത്തുമ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ ഇന്നലകളെ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാവുകയാണ്. ഒരു ധനികനായ യുവാവ് ഈശോയുടെ അടുക്കിലേക്ക് ഓടിയെത്തുന്നുണ്ട്. ആ യുവാവ് ഈശോയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നിത്യജീവൻ സ്വന്തമാക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഈശോ അവനോട് പറയുന്നതുണ്ട്: നിന്റെ സ്വത്തൊക്കെ വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കുക. വചനത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ വളരെ വിഷമത്തോടെ പോയെന്നാണ്. കാരണം ചിലതൊക്കെ ഉപേക്ഷിക്കാനായിട്ട് അവന് സാധിച്ചില്ല. അപ്പോൾ പത്രോസ് ചോദിക്കുകയാണ്: കർത്താവേ, ഞങ്ങളിതാ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിക്കുകയാണ്, ഞങ്ങൾക്ക് എന്താണ് കിട്ടുക? ഈശോ അവനോട് പറയുകയാണ്: എന്നെ പ്രതി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യം ലഭിക്കും. ഈശോ നമുക്ക് നൽകുന്ന വലിയൊരു വാഗ്ദാനം അത് തന്നെയാണ്, ദൈവരാജ്യം ലഭിക്കുമെന്നുള്ളത്. പക്ഷേ അതിന് നമ്മൾ ചിലതൊക്കെ ഉപേക്ഷിക്കാൻ തയ്യാറാകണം. നമ്മുടെ ജീവിതത്തിലെ ചില കൂട്ടുകെട്ടുകൾ, ചില ബന്ധനങ്ങൾ, ചില അടിമത്തങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈശോയെ പ്രതി, ഈശോയുടെ സ്നേഹത്തെ പ്രതി അതെല്ലാം ഉപേക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, ദൈവരാജ്യത്തിന് ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുക്കാനും ഈശോയ്ക്ക് ഇഷ്ടമല്ലാത്ത നമ്മുടെ ജീവിതത്തിലെ ചില തടക്കദോഷങ്ങൾ, ചില ബന്ധനങ്ങളൊക്കെ ഉപേക്ഷിക്കാനും നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.